സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന സഹകാര്യദർശിയും വിദ്യാഭ്യാസ പ്രവർത്തകനും പ്രഭാഷകനുമായ ഉസ്താദ് ഡോക്ടർ സുബൈർ ഹുദവി ചേകനൂർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മല്ലാ യാ വാസിഅൽ കറമി. ബഹുമാന്യരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സദസ്സിലും വേദിയിലും ഉപേക്ഷരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വിവിധ മഹല്ലുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ മഹല്ലത്തിലും ആ മഹല്ലിൻ്റെ ആത്മീയമായ ഭൗതികമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ല് നേതൃത്വത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇന്നലെ മുതൽ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റിൽ നമ്മൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആശയങ്ങളെ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ വിവിധ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു മഹല്ലിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏതു തരത്തിലൊക്കെ ചെയ്യാം. ഒപ്പം ഒരു മഹല്ലിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ പറഞ്ഞത് മുതൽ ഒന്ന് ക്രോഡീകരിച്ച് ചുരുക്കി പറയുക എന്നതാണ് എൻ്റെ ഈ ഒരു അവതരണത്തിൻ്റെ ലക്ഷ്യമായി ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ പറയാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയം, ഇന്ന് ഈ വേദിയിൽ വരാൻ നേരിട്ടിരുന്ന ബഹുമാന്യരായ ജാഫർ PC എന്ന IAS ഓഫീസർ നമ്മുടെ SKSFൻ്റെ സ്കോളർഷിപ്പോടുകൂടി ഡൽഹിയിൽ നിന്ന് പഠിക്കുകയും IAS പാസ്സാവുകയും ഇന്ന് കർണാടകയിലെ ഏറ്റവും പ്രമുഖരായ IAS ഓഫീസർമാരിൽ ഒരാളായ അവിടുത്തെ സർവശിക്ഷാ അഭിയാൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ജാഫർ IAS, അദ്ദേഹം ഇവിടെ വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഉടനെ ഡൽഹിയിൽ വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസിന് പോകാൻ മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് കിട്ടിയതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. അവർ സിവിൽ സർവൻസാണ്, 24 മണിക്കൂറും ഡ്യൂട്ടിയിൽ നിൽക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് വളരെ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയും സംസ്ഥയുടെ ഏത് വേദിയിലും വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആമുഖമായി അത് പറയാൻ താല്പര്യപ്പെടുകയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മഹല്ലിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ തന്നെ പള്ളിയും മദ്രസയും കേന്ദ്രീകൃതമായുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം എന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ സെഷനിൽ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മുഖങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ പ്രാഥമികമായ തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നത്, എല്ലാവരിലേക്കും ഇത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, സമൂഹത്തിന് ആവശ്യമായ തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടന്നു പോകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ എത്തിപ്പെടുന്ന ആളുകൾ കൃത്യമായി മതബോധവും സമൂഹ താല്പര്യവും സാമുദായിക താല്പര്യവും നന്മയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അത്തരം ഗൈഡൻസ് ആളുകൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇത് മഹല്ലിൽ നിന്ന് നടത്താവുന്നതാണ്. നമ്മളിത് നടത്തേണ്ടത് കൂടിയാണ്. പലപ്പോഴും ദീന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസവുമായോ സാമൂഹിക പ്രവർത്തനവുമായോ രാഷ്ട്രീയ പ്രവർത്തനവുമായോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അനിവാര്യമായ ഗൈഡൻസ് മഹല്ലുകളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് അവർ കിട്ടുന്നിടങ്ങളിലേക്ക് പോകും. നമുക്ക് നമ്മുടെ മേഖലയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാം. സ്കൂളുകൾ വ്യാപകമാണ്. ഇഷ്ടംപോലെ സ്കൂളുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. ചില ഇൻ്റർനാഷണൽ സ്കൂളുകളുടെ അഭാവങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ഗവൺമെൻറ് സ്കൂളിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നത് മുതൽ നമ്മൾ അതിലെ PTA-കളിലൊക്കെ വ്യാപകമായി പങ്കെടുക്കുകയും ഗവൺമെൻറ് സൗജന്യമായി കൊടുക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത്തരക്കാരിലേക്ക് എത്തുക, അതിൻ്റെ ഒരു പ്രാധാന്യം, മദ്രസ കൂടി നന്നായി നടക്കുമെന്നുള്ളതാണ്. സ്കൂൾ ലെവലിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മുടെ മക്കളാണ് സ്കൂളുകളിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നാണ്. അധ്യാപകരുമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകരുമായൊക്കെ സംസാരിക്കുമ്പോൾ, ഏത് സ്കൂളിലെ അധ്യാപകരുടെ മീറ്റിങ്ങിലിരുന്നാലും പ്രിൻസിപ്പൽമാരുമായൊക്കെ സംസാരിച്ചാലും നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ വികൃതിയുള്ളവരും പഠിക്കാത്തവരുമാകുന്നു എന്നാണ്. എന്താണ് പഠന മേഖലയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു മഹല്ലടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഒരുപാട് വിദ്യാർത്ഥികൾ, നമുക്ക് റിസൾട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിലും വായനയിലും ഇത്തരം മേഖലയിലൊക്കെ വളരെ പിറകോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ മഹല്ലിലെ വ്യത്യസ്ത സംസ്ഥയുടെ തന്നെ ഒരുപാട് സംഘടനാ സംവിധാനങ്ങളുണ്ട്. മഹല്ലിലെ മദ്രസകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംവിധാനങ്ങളുണ്ട്.
5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്ക് ജയിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും 7ൽ നിന്ന് 8ലേക്ക് ജയിക്കുന്ന വിദ്യാർത്ഥികൾ. 8ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ പഠന മേഖലയിലെ ദിശകൾ നിർണ്ണയിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. ചെയ്യാവുന്നത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെയൊക്കെ മഹല്ലിലെ, ഞാൻ ഒരുപാട് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. നമ്മൾ മഹല്ലുകളിലേക്ക് തിരിച്ചുപോയി നിങ്ങൾക്ക് നാട്ടിൽ ഒരുമിച്ച് കൂട്ടാവുന്നവരെ ഒരുമിച്ച് ചേർത്തിയിരുത്തി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. എല്ലാവരെയും കിട്ടൂല, ഞങ്ങൾ മാത്രം ഇതിന് ഇടങ്ങറാവുന്നു, ബാക്കിയുള്ള ആൾക്കാരെ കിട്ടൂല എന്ന് നമ്മളെന്നും പറയും. ആകെ 5-6 ആൾക്കാർ, എല്ലാവരും ലീഡേഴ്സ് ആവില്ല, കുറച്ച് ആൾക്കാർ ലീഡേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള ആളുകളുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പം ആരും കിട്ടുന്നില്ല എന്ന് പരാതി പറയരുത്. ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക്, ബാക്കിയുള്ള പരമാവധി ആളുകളെ സ്വന്തം ആശയത്തെ ചേർത്തിരുത്തി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്നാണ് നോക്കേണ്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ 8, 9, 10 ക്ലാസ്സുകളിലെ വിദ്യാഭ്യാസ പ്രക്രിയ വളരെ സജീവമായി നടപ്പിലാക്കണം. പ്രത്യേകിച്ചും നല്ല മദ്രസ വിദ്യാഭ്യാസം കൂടി നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും നന്നായി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പോലും തിളങ്ങാൻ സാധിക്കുന്നത് എന്നത് സമസ്തയുടെ കഴിഞ്ഞകാല വിദ്യാഭ്യാസ പരീക്ഷകളിൽ ഏറ്റവും നന്നായി മാർക്ക് വാങ്ങിയ കുട്ടികളുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങളിലൊക്കെ അവർ സ്കൂളുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഫുള്ള് A+ കിട്ടാൻ വേണ്ടി സ്കൂളിലെ മദ്രസയിലെ 5ാം ക്ലാസ് പഠനം, 5ാം ക്ലാസ് മുതൽ മദ്രസ പഠനം ഒഴിവാക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുത്തി മദ്രസ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭൗതികമായ വളർച്ചയ്ക്ക് കൂടി ആവശ്യമായ തരത്തിലുള്ള സംവിധാനങ്ങൾ, മതപഠന സംവിധാനങ്ങൾ, ഭൗതിക വിദ്യാഭ്യാസ പഠന സംവിധാനങ്ങൾ, അതിനുള്ള പ്രചോദനങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകണം. ഞാൻ 8ാം ക്ലാസ് ബേസ് ചെയ്ത് പറഞ്ഞത് 8, 9, 10 ഈ 2-3 ക്ലാസ്സുകളിലെ പഠനം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഏതു മേഖലയിലേക്ക് പോകുന്നു എന്നതിന് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ ഒരു വർഷത്തെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 8ലേക്ക് പോകുന്ന ഏത് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങളുടെ മദ്രസ ബേസ് ചെയ്തുകൊണ്ട്, മഹല്ല് ബേസ് ചെയ്തുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു നല്ല മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുക. വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. എന്തിനാണ് പഠിക്കേണ്ടത്? ലേണിംഗ് സ്കില്ല് എന്ന് പറയുന്ന ഒരു സംവിധാനം. പഠന പ്രക്രിയയുടെ അതിൻ്റെ കഴിവുകളുണ്ട്, അതിൻ്റെ നൈപുണികളുണ്ട്. എങ്ങനെയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നോട്ട് എഴുതേണ്ടത്, എങ്ങനെയാണ് ഇരുന്ന് പഠിക്കേണ്ടത്, എങ്ങനെ മെമ്മറൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ ഇതൊന്നിനെ ആദ്യം പഠിക്കണം, അതിനെ മനസ്സിലാക്കണം, അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. പുതുതായി ഒന്ന് ഇന്നൊവേഷൻ എന്ന് പറയും. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതുതായി എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരുപാട് മേഖലകളുണ്ട്. അങ്ങനെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ബ്രില്യൻ്റായ കുട്ടികൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങേണ്ടവർ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടവർ, വലിയ സാമ്പത്തിക വിദഗ്ധരാവേണ്ടവർ, ചരിത്രകാരന്മാരാവേണ്ടവർ, നല്ല പ്രതിഭകളായ ആളുകൾ. ചിലർക്ക് സാമ്പത്തികമായി നിങ്ങളുടെ പിന്തുണ ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് മോട്ടിവേഷൻ ആവശ്യം ഉണ്ടാകും. അവരെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഗൈഡ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാവുന്ന തരത്തിൽ നിങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിരുത്തി വിദ്യാഭ്യാസ വിചക്ഷണരെ കൂടി, നമ്മുടെ ട്രെൻഡിൻ്റെയും മറ്റുമൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികൾ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് നമ്മൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഈ പ്രവർത്തന മേഖലയിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മേഖലയിലുണ്ട്. അത്തരം ആളുകൾ ഉപയോഗപ്പെടുത്തി 8ാം ക്ലാസ് എന്നത് നിങ്ങൾ വളരെ ബേസായി കാണണം. ആ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ക്യാമ്പ് വെച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് ഈ 2 നേരത്തെ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠന മേഖല ഉപയോഗപ്പെടുത്തണം, എങ്ങനെയാണ് വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് വിഷയങ്ങളെയൊക്കെ എങ്ങനെ കാണണം, അവർക്കൊരു മതബോധത്തിൻ്റെ വിഷയങ്ങൾ കൂടി കൊടുത്ത് ആ ഒരു ഗൈഡൻസ് കൊടുത്താൽ ഒരുപാട് കുട്ടികൾ അവരുടെ 8, 9, 10 ക്ലാസ്സുകൾ വളരെ നന്നായി ശ്രദ്ധയോടെ നോക്കും. രണ്ടാമതൊന്ന് ശ്രദ്ധിക്കാൻ കഴിയുക 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ഈ വർഷം 10ാം ക്ലാസ് പാസ്സായ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ നിങ്ങളുടെ മഹല്ലിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, മദ്രസയിലെ കുട്ടികളെ നോട്ടീസ് കൊടുത്തയച്ചുകൊണ്ടും കാര്യമില്ല. ആ ഒരു പണി കുറച്ചും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. നമ്മളെപ്പോഴും പറയും, വിളിച്ചാൽ വരുന്ന ആൾക്കാർക്ക് നമ്മളെ വിഷയങ്ങൾ എപ്പോഴും എത്തുക. അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, മദ്രസയിലെ കുട്ടികളെ നോട്ടീസും കൊടുത്തേക്കും, പള്ളിയിൽ നിന്ന് ഉസ്താദ് പറയും ചെയ്യും. എന്നിട്ട് നമ്മൾ ആരും വന്നിട്ടുണ്ടാവില്ല, നമ്മൾ പറയും ആരും വന്നില്ല, എല്ലാവരും വിളിച്ചു എന്ന് പറയും. ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. 10ാം ക്ലാസ് പഠിക്കുന്ന 100 കുട്ടികളോ 150 കുട്ടികളോ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഒരു ചെറിയ സ്ക്വാഡ് പ്രവർത്തനം നടത്തുക. അവരിലെ വ്യക്തിപരമായി ക്ഷണിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നെത്തിയ ഭൂരിഭാഗം ആളുകളും വ്യക്തിപരമായി ക്ഷണം കിട്ടിയ ആളുകളാണ്. അതിൻ്റെ പിന്നിൽ SMF ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ആളുകൾ താല്പര്യപൂർവ്വം ഈ 2 ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തുന്നത്. വളരെയധികം വിജയിക്കും. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷയുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മഹല്ല് കൊടുക്കുക. മഹല്ലിൽ നിന്ന് അവരുടെ മഹല്ലിൻ്റെ നേതൃത്വത്തിൽ അതിന് ആരെയാണോ ഉപയോഗപ്പെടുത്തുന്നത്, എനിക്ക് ചിലപ്പോൾ എല്ലാം കഴിഞ്ഞോളന്നില്ല, ഞാനൊരു പള്ളിയിലെ ഖത്തീബായിരിക്കാം, മഹല്ല് പ്രസിഡന്റ് ആയിരിക്കാം, എനിക്ക് പറയുന്നതിന് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ മേഖലകളുണ്ട്. പക്ഷെ അതിന് ഉപയോഗപ്പെടുത്താവുന്ന ആളുകളെ വെച്ചുകൊണ്ട് ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വർഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം,
അതിന് പറഞ്ഞാൽ രാവിലെ ബിസ്മില്ലി പഠിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കണം. ഇതൊക്കെ കൂടെ പറയുക. നിങ്ങൾക്ക് ഏതിലാണോ, ഫിസിക്സിലോ കെമിസ്ട്രിയിലോ മാത്സിലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുട്ടികൾക്ക് അതിൻ്റെ ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്സിൽ വീക്കായ കുറച്ച് കുട്ടികളുണ്ടാവും. ഒരു ഈസി മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, മദ്രസയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന എന്തുകൊണ്ട് മഹല്ലിൽ നിന്ന് ഇതൊക്കെ കൊടുക്കണം? ആളുകൾ പല സ്ഥലത്തും പോയിട്ട് വാങ്ങും. എത്ര ആയിരങ്ങൾ കൊടുത്തും വിദ്യാഭ്യാസ മേഖലയിലുള്ള ഗൈഡൻസുകൾ വിലക്ക് വാങ്ങുന്ന, അത് വിൽക്കുന്ന ഏജൻസികളും വിലക്ക് വാങ്ങാൻ ഇഷ്ടം പോലെ ഉമ്മത്തിൽ ആളുകളുമുണ്ട്. പക്ഷെ നമ്മൾ മഹല്ലിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി, അപ്പോഴാണ് അവർക്ക് മഹല്ലിനോട് താല്പര്യം ഉണ്ടാവുക. ആബാലവൃദ്ധം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള വലിയൊരു വയൽ വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടെന്ന് വരില്ല, അവർക്കത് താല്പര്യം ഉണ്ടാവില്ല. സമൂഹത്തിലെ വിവിധ തരങ്ങളിലുള്ള എല്ലാറ്റിനും ഉണ്ട്. കൊച്ചുകൾക്ക് കൊച്ചു ടി വി ഉണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീലീല നടത്തുന്ന പ്രോഗ്രാം ഉണ്ട്. എല്ലാ മേഖലയിലും ഓരോരുത്തർക്കുള്ളതാണ്. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഡ്രസ്സിങ്ങിനുള്ള മേഖല ഉണ്ട്, വലിയവർക്ക്, ആണുങ്ങൾക്ക് വേറെ, പെണ്ണുങ്ങൾക്ക് എല്ലാം സ്പെഷ്യലൈസ്ഡ് ആണ്. നമ്മൾ മാത്രം നമ്മുടെ മതപഠന മേഖലകൾ മാത്രം അത് വേണം. പക്ഷേ ഓരോ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. കാരണം നിങ്ങളൊക്കെ അവർ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് തുടങ്ങും പോലെ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും. 10ാം ക്ലാസ് ആണ് കേട്ടോ, സൽക്കാരത്തിന് പോകണ്ട, കല്യാണത്തിന് പോകണ്ട, ഈ പേടി മാത്രമേ ഉള്ളൂ. എന്താ പഠിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് 10ാം ക്ലാസ്സിൽ ഒരു വർഷത്തെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പഠന മേഖലയിലേക്ക് വഴി നടത്താൻ സാധിക്കുക? മദ്രസയിൽ നിന്ന് കൊടുത്ത മദ്രസനോട് ഒരു താല്പര്യം ഉണ്ടാവും. ഒരു പള്ളിയിലെ ഉസ്താദ് 7ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് KSRTCയിൽ ഡ്രൈവർമാരായിട്ട് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ നാട്ടിലെ തമിഴ് ലോറി എന്ന് നമ്മൾ വിളിക്കുന്ന നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ ഡ്രൈവർമാരായി പോകുന്ന 5-6 ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. നാട്ടിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുറച്ച് പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. മദ്രസയിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു. 6 ആളുകളും സർക്കാർ വണ്ടിയിലെ വാഹനത്തിലെ ഡ്രൈവർമാരായി. അവർ പള്ളിയിൽ നബിദിനം നടത്തുകയാണെങ്കിലും സലാത്ത് മജ്ലിസ് നടത്തുകയാണെങ്കിലും ഈ ആൾക്കാർ സഹകരിക്കാണ്ടാവും. കാരണം അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്, ഉസ്താദ് പറഞ്ഞുകൊണ്ട് കിട്ടിയതാണ്. ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാകണം. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട് വരാൻ പോവുകയാണ്. ഇവിടെ വന്ന ആളുകളെങ്കിലും നിർബന്ധമായും എന്താണ് ഈ ഓരോ വർഷവും ഒരു കൃത്യമായൊരു പ്രൊജക്റ്റ് നമുക്കുണ്ടാകണം. ഒരു വർഷത്തെ ഒരു ഇയർ പ്ലാൻ ഉണ്ടാകണം. ഒരു വർഷത്തിൽ കൃത്യമായി ഇത്തരം പദ്ധതികളെങ്കിലും ഈ പ്രോഗ്രാമെങ്കിലും നമ്മുടെ മഹല്ലിൽ നടപ്പിലാക്കണം. അതിൽപ്പെട്ട അങ്ങനെ ഒരു പ്രോഗ്രാമുകൾ നമുക്ക് ഒരുപാടുണ്ട്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കല്യാണം നടത്തുന്ന പോലെയാണ്. ഒറ്റ ദിവസത്തെ കല്യാണത്തിന് വേണ്ടി നമ്മൾ 2 മാസം 3 മാസം മുമ്പ് കത്തടിച്ച് വിളിക്കാൻ തുടങ്ങും. ആ ഒറ്റ ദിവസത്തിന് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ഒരുപാട് ചെലവ് വരും. സമ്മേളനങ്ങളും അങ്ങനെ തന്നെ. ഈ സമ്മേളനങ്ങൾക്കപ്പുറം ഇപ്പോൾ ഇതിൻ്റെ ശേഷം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോഴാണ് ഈ സമ്മേളനം സാർത്ഥകമാകുക. പ്രോഗ്രാം അതിനുവേണ്ടി മുമ്പും ശേഷവും ഒരുപാട് അധ്വാനിക്കും, പണം ചെലവഴിക്കും. ഒറ്റ ദിവസം കൊണ്ട് അത് കഴിയും. ഇതാണ് പ്രോഗ്രാം. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ദീർഘമായ ചിന്തയോടുകൂടി, ഫോർസൈറ്റഡ്നെസ്സോടുകൂടി, ദീർഘദൃഷ്ടിയോടുകൂടി കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കണം. അതിന് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. കാല് ഒഴിക്കേണ്ടി വരില്ല, ബോർഡ് വെക്കേണ്ടി വരില്ല, ഒന്നും വെക്കേണ്ടി വരില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ മതി. SMFൻ്റെ ഈ സമ്മേളനത്തിൻ്റെ ബോർഡ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇത് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു. ഇങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് വളരെ കൃത്യമായി സാധിക്കും. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് +2 കഴിഞ്ഞ രണ്ടിൻ്റെയും റിസൾട്ട് വരാൻ പോവാണ്. അവർക്ക് കരിയർ എഡ്യൂക്കേഷൻ ഗൈഡൻസ് ക്ലാസ്സുകൾ കൊടുക്കും. ഇതൊക്കെ നടത്തുന്ന ഒരുപാട് മാനുവലുകൾ ഇവിടെയുണ്ട്. പൊതുവായി ഒരു വേദി ആയതുകൊണ്ടും സംവിധാനമായതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയാം. കരിയർ എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ വേണം. എന്തിന് പഠിക്കണം, എന്ത് കോഴ്സിന് പോകണം. വളരെ വലിയ ഫുള്ള് A+ വിജയശതമാനം കൂടി ഫുള്ള് A+ കിട്ടുന്ന കുട്ടികൾ പോയി A+ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഫുള്ള് മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും എൻട്രൻസിന് പോവാണ്. 2000, 3000, 4000 ഓപ്ഷനുകൾ പഠിക്കാനുള്ള ഇടത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് മാത്രം പോകുന്ന നിങ്ങൾ ആ കുട്ടികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയാം. ഞാനതിനെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു പക്ഷേ ഫുള്ള് A+ കിട്ടിയ സമൂഹത്തിലെ ബ്രില്യൻ്റ് ആയ കുട്ടികളാണ്, 16, 17, 18 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നത്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. കാരണം എല്ലാവരും കൂടി മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇൻക്യുബേറ്ററിലേക്ക് അവരെ പറഞ്ഞേക്കുക, അല്ലെങ്കിൽ സയൻസ് എടുക്കാൻ വിധിക്കപ്പെടുകയാണ്. സയൻസ് എടുക്കണ്ടെന്നോ മെഡിക്കലിന് പോകണ്ടെന്നോ എഞ്ചിനീയറിംഗിന് പോകാം. അതിന് കഴിവുള്ള ആളുകളെ പറഞ്ഞാൽ അതിന് ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് കുട്ടികൾക്ക് ഏതാണ് കഴിവുള്ളത്, അവരെത്രമാത്രം പോകാൻ സാധ്യതയുണ്ട്, അവരുടെ വാല്യൂസ് എന്താണ്, നമ്മുടെ മൂല്യങ്ങൾ എന്താണ്, കുടുംബ മൂല്യങ്ങൾ എന്താണ്, കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എത്രമാത്രം ഫൈനാൻഷ്യൽ സപ്പോർട്ടുണ്ട്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ, ഒരു മേഖലയിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ തീരുമാനിച്ചാൽ അവൻ്റെ +2 വിദ്യാഭ്യാസവും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിനോട് കൂടെ പോവുകയാണ്. പിന്നെ റിപ്പീറ്റ്, ചില കുട്ടികളൊക്കെ റിപ്പീറ്റ് എന്നൊക്കെ വളരെ താല്പര്യത്തോടെയാണ് പറയാറുള്ളത്. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം വെറുതെ കളയാന്നുള്ളതാണ്. കഴിയുമെങ്കിൽ എഴുതണം, നല്ല കുട്ടികൾ പരീക്ഷ എഴുതണം. പക്ഷേ ഇതിൽ പെട്ടുപോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ലാസ്റ്റ് സമൂഹത്തിൽ SLCയിൽ ഫുള്ള് A+ കിട്ടിയ കുട്ടികൾ, അവർക്ക് ഇത്ര ഒരു നമ്മൾ സങ്കല്പിക്കുക 50,000 എഞ്ചിനീയറിംഗ് സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെന്ന് വിചാരിക്കാം. 2,50,000 കുട്ടികൾക്ക് കിട്ടുന്നില്ല.
50,000 കുട്ടികൾക്ക് കിട്ടിയാൽ തന്നെ ബാക്കി 2,50,000 കുട്ടികൾക്ക് കിട്ടുന്നില്ല. 50,000-ൽ മികച്ച റാങ്കുള്ള ആളുകൾ ബോർഡുകളിൽ പ്രത്യക്ഷപ്പെടും. ഈ 2,50,000 കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് എൻട്രൻസ് എഴുതാൻ വേണ്ടി കോച്ചിങ്ങിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതൊക്കെ എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് ഉമ്മയും വാപ്പി നാട്ടുകാരും ചോദിക്കും, മോനജ് തോറ്റലടാന്ന് ചോദിക്കും. അവൻ തോറ്റതല്ല, അവനേക്കാളും മാർക്കുള്ള കുറച്ച് കുട്ടികളുണ്ടായതുകൊണ്ടാണ് അവനക്ക് കിട്ടാതിരുന്നത്. പക്ഷേ ഈ തോറ്റ് എന്ന ഫീലിങ്ങോടുകൂടി സമൂഹത്തിലെ ബ്രില്യൻ്റായ, ഒരു പക്ഷേ നല്ല ചരിത്രകാരനാകേണ്ടിയിരുന്ന, നല്ല എക്കണോമിസ്റ്റ് ആകേണ്ടിയിരുന്ന, നല്ല മതപണ്ഡിതനാകേണ്ടിയിരുന്ന, നല്ല സോഷ്യൽ ലീഡർ ആകേണ്ടിയിരുന്ന ഒരുപാട് ആളുകൾ, ഞാൻ മോശമായി ചിത്രീകരിക്കുകയല്ല, ബ്രില്യൻ്റായ കുട്ടികൾ കണ്ണട മേക്കിംഗ്, ഫയർ സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ലിഫ്റ്റ് ഓപ്പറേഷൻ തുടങ്ങി ചെറിയ ചെറിയ ജോലികൾക്ക് പോവുകയാണ്. അവർക്ക് പെട്ടെന്ന് ജോലി വേണം, ഒരുപാട് പൈസ വാപ്പ ഇൻവെസ്റ്റ് ചെയ്തു, മെഡിക്കൽ വാങ്ങിയില്ല, എഞ്ചിനീയറിംഗ് വാങ്ങിയില്ല. ഇതിൽ പോയ വിദ്യാർത്ഥികളോ എത്രമാത്രം അവർക്ക് റിസൾട്ടിലെത്താൻ കഴിയുന്നു? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖമായ സ്ഥാപനം, കൊച്ചിയിലുള്ള, കേരളത്തിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപനത്തിൽ അവിടെ മെറിറ്റ് ബേസിൽ മാത്രമേ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുള്ളൂ, ഏറ്റവും ബ്രില്യൻ്റായ കുട്ടികൾക്ക് മാത്രം. അങ്ങനെ അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകുട്ടി പറഞ്ഞത്, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. കാരണം ഇവിടെ നിന്ന് കയറിപ്പോയിട്ട് ഇത് ചെയ്തിട്ട് എന്താ കാര്യം എന്നറിയില്ല, ഇതെവിടെ എത്തുക എന്നറിയില്ല. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ഉപ്പയുടെ നിർബന്ധത്തിന് 60 ലക്ഷം മുതൽ 80 ലക്ഷം വരെ ഫീസ് കൊടുത്തിട്ടാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ പ്രൈവറ്റ് മേഖലയിൽ സീറ്റിന് പോകുന്നത്. അങ്ങനെ സീറ്റിന് വാങ്ങുന്ന ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി 5 കൊല്ലം കഴിയുമ്പോൾ അവൻ MBBS എടുത്തിട്ട് അവൻ എന്താകുന്നു? അത് കഴിഞ്ഞ് PGക്ക് സീറ്റ് ഉണ്ടെങ്കിൽ 1,20,00,000 1,70,00,000 വരെ അതിൻ്റെ ബ്രാൻഡ് വാല്യൂക്ക് അനുസരിച്ച് കൊടുക്കണം. ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസം വില കൊടുത്തു വാങ്ങിയിട്ട് വിഷമം അനുഭവിക്കുന്ന ഒരു തലമുറക്കപ്പുറം നല്ല ബ്രില്യൻ്റായ കുട്ടികൾ ആ മേഖലയിലേക്ക് ഗൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വിജയിക്കുമ്പോഴേക്ക്, കോഴ്സ് കഴിയുമ്പോഴേക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി ലോകത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങൾ അവിടെ കൊണ്ടുപോകും. ഇതാണ് ബ്രില്യൻസ് ഇല്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കൃത്യമായി ഗൈഡൻസ് കൊടുക്കപ്പെടണം. എന്തിനു പോകണം, ഏത് മേഖലയിലേക്ക് പോകണം, ഏത് മേഖലയിൽ വിദ്യാഭ്യാസം നേടണം, അതിൻ്റെ വാല്യൂസിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടണം. പഠിക്കാൻ കഴിയുന്ന എന്തെല്ലാം, ഇപ്പോൾ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് അല്ല +2-ന് ഉണ്ടാവാം. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് BTechന് ഉണ്ടാകുന്ന മാത്തമാറ്റിക്സ് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും, സയൻസ് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ഇതൊന്നും പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാവില്ല. വീട്ടിൽ നല്ല കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന കുട്ടിയായിരിക്കും, വേഗം ഓന് കൊടുത്തൊക്കെ മനസ്സിലാകുമ്പോൾ വാപ്പിയും അമ്മയും വിചാരിക്കും ഓൻ കമ്പ്യൂട്ടറിൽ നല്ല ഉഷാറാണ്, എന്നിട്ട് BTech കമ്പ്യൂട്ടർ സയൻസിന് ചേർക്കും, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടി കൊണ്ടുപോയി ചേർക്കും, ഇത് അല്ലെങ്കിൽ BCAക്ക് ചേർക്കും. അവിടെ പോയ പ്രോഗ്രാമിംഗ് ഉണ്ടാവും, ഇവന് താങ്ങാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് മക്കൾ, 50%-ലധികം നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ എന്തുകൊണ്ട് വേദന അനുഭവിക്കുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മേഖലയിലെത്തുന്നു. ഒരു കോൺഫറൻസിന് പോയപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിസ്കരിക്കുന്ന ഒരാളാണെന്ന് കണ്ടിട്ട് പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ വന്ന ഒരു സ്മാർട്ട് പയ്യൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ അവനൊരു ഒരു വിഷമം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തു. ഞാൻ കോഴ്സ് മോശമാണെന്നല്ല പറയുന്നത്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പണം കൊടുത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്ത് 5 സ്റ്റാർ ഹോട്ടലിൽ അവൻ്റെ ട്രെയിനിങ്ങിൻ്റെ പീരീഡ് വന്നപ്പോൾ അവനുള്ള പ്രശ്നം അവന് മദ്യം വിളമ്പി കൊടുക്കണം എന്നുള്ളതാണ്. അത് തൻ്റെ മൂല്യങ്ങൾക്ക്, വാല്യൂസിന് ചേർന്നതല്ല. പക്ഷേ ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്ത കോഴ്സ് ചെയ്തിട്ട് ജോലി ഇതാണ്. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം, ഒന്നെങ്കിൽ ഹലാൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ വാപ്പാക്ക് ഹലാൽ ഹോട്ടൽ തുടങ്ങാൻ പറ്റണം, അല്ലെങ്കിൽ ഈ മേഖലയിൽ നിൽക്കൊള്ളൂ എന്ന് ഉറപ്പ് വേണം, അല്ലെങ്കിൽ ഈ മേഖലയിൽ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നുള്ള ബോധ്യമെങ്കിലും വേണം. എയർ ഹോസ്റ്റസിന് പറഞ്ഞേക്കും ഉണ്ടാവണം. തൻ്റെ മൂല്യങ്ങൾ എപ്പോഴും തിരിച്ചു വിളിക്കും. ഞാനത് ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ ഏത് മേഖലയിലേക്ക് പോകുമ്പോഴും കൃത്യമായ ഗൈഡൻസ് കൊടുക്കണം. അത് ഒരു പബ്ലിക് അവന്യൂവിൽ നിന്ന്, ഒരു പൊതുമേഖലയിൽ നിന്നുള്ള വിദ്യാഭ്യാസ ഗൈഡൻസ് കിട്ടുമ്പോൾ അത് എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ഏതാണ്, മാർക്കറ്റ് വാല്യൂ ഉള്ള ജോലി ഏതാണ്, അതിനപ്പുറം തങ്ങളുടെ സ്വഭാവം, തങ്ങളുടെ സമൂഹം, തങ്ങളുടെ വാല്യൂസ്, തങ്ങളുടെ മൂല്യങ്ങൾ, ഇതിനൊന്നും അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാവൂല പറഞ്ഞു കൊടുക്കപ്പെടാം. നമ്മളെ പെൺകുട്ടികളാണ് അതിൽ ഏറ്റവും കൂടുതൽ വശംവദരായി പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു വിഭാഗം ആളുകൾ വലിയ വലിയ സ്ഥാപനങ്ങളിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പോകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ എൻട്രൻസ് കോച്ചിങ് ഇൻക്യുബേറ്റർ എന്ന് പറയാവുന്ന എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം നടത്തുന്ന ആ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരു താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അബോർഷൻ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. +1 +2 വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ ജീവിച്ച്, വളരെ ഫ്രീ ആയ സാഹചര്യത്തിൽ ഹോസ്റ്റലിൽ ജീവിച്ച്, അങ്ങനെ അത്തരം സ്ഥാപനങ്ങളിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ, അത് നമുക്ക് പബ്ലിക് സ്പേസിൽ നിന്നുകൊണ്ട് ആളുകൾ പറയാതെ സ്വാതന്ത്ര്യമല്ല വരുന്നത്, നമുക്കത് യോജിക്കാൻ കഴിയാത്ത സംഗതികളാണ്. അവിടേക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, നമ്മൾ പോലും അങ്ങനെ വിളിച്ചുവിടുന്നു. അവർക്ക് ആരാണ് ധർമ്മബോധം നൽകുന്നത്? ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരും. അവിടെ നീ ഒരു നല്ല മുസ്ലിമായി, നല്ല മൂല്യബോധത്തോടുകൂടി നിന്റെ പഠനം മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലുമുള്ള ഒരു സംവിധാനം നമ്മുടെ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകണമെന്നാണ് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇപ്പോൾ സ്കൂളുകളിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ സ്കൂളുകൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. സമസ്ത അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം പോലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ASMI എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം സ്കൂളുകൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി സമസ്ത രൂപപ്പെടുത്തിയിട്ടുണ്ട്.
അതിൻ്റെ ആളുകൾ ഇതിൽ വേദിയിലുണ്ട്. നമ്മൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെടണം. എങ്ങനെയാണ് സ്കൂളുകളെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലേക്കും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും കൊണ്ടുവരിക, മഹല്ലുകളിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പ്ലസ് ടു, ഡിഗ്രി ഇതൊക്കെ നടത്തുന്ന കുട്ടികൾക്ക് അവർ പോകുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ മഹല്ലുകളിൽ ഡിഗ്രിക്കും ഇതിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ മിക്കവാറും മാപ്പിള കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പേപ്പർ പോക്കാണ്. ഉമ്മാനോട് പറയും 4 പേപ്പർ പോയിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് പേപ്പർ ബാക്കാണ്ടാവാം. 18 പേപ്പർ ബാക്കാണെന്ന് പറയാം. 18 പേപ്പർ തോറ്റുകണെന്ന് അർത്ഥം. 4 പേപ്പർ പോയി എന്ന് പറഞ്ഞാൽ ആകെ തോറ്റു നടത്തി. ആകെ 4 പേപ്പർ ഉണ്ടാവാം. 4 പേപ്പറും പോയിട്ടുണ്ടാവും. ഓൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ മൊബൈൽ ഫോണിലാണ്, പഠിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ പഠിച്ചിട്ട് എവിടെ എത്തണം, ഏത് മേഖലയിൽ എത്തണം, എന്തുകൊണ്ട് ഇരുന്ന് പഠിക്കണം, റീഡിങ് ഹാബിറ്റ് ആക്കണം, എന്തുകൊണ്ട് പഠന പ്രക്രിയയുടെ അപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് ബ്രില്യൻ്റ് ആകണം. മാത്രം പോരാ, അവർക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ചും ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ധാരണകൾ കൊടുക്കണം. മിക്കവാറും നമ്മുടെ 25-ൻ്റെയും 30-ൻ്റെയും ഇടയിലുള്ള എംപ്ലോയബിലിറ്റിയുള്ള ജോലിക്ക് പോകുന്ന നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന ജോബ് മേഖലയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു ജോബിന് ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിശിഷ്ടമായ ഒരു സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ ഒന്ന് മാർക്ക് അടിസ്ഥാനത്തിലാണ്. പ്ലസ് ടുവിന് 100%, 99.5% മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റ് സ്റ്റീഫൻസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഫാറൂഖ് കോളേജിലും PSMO കോളേജിൽ പോലും 90+ കിട്ടണം. നമ്മുടെ കുട്ടികൾക്ക് മിക്കവാറും കിട്ടൂല. ആകെ കുറച്ചെങ്കിലും കിട്ടുക പെൺകുട്ടികൾക്കാണ്. ആൺകുട്ടികൾ പഠന പ്രക്രിയയിൽ നിന്ന് എത്രയോ അകലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളെ ഗൗരവമായി ഈ ഒരു ചിത്രത്തെ കാണണം. നിങ്ങളുടെയൊക്കെ നാടുകളിൽ MAയും B.Edഉം PGയും M.Edഉം ഒക്കെ ചെയ്ത ഒരുപാട് പെൺകുട്ടികൾ, SSLCയും പ്ലസ് ടുവും ഗുസ്തിയും മാത്രമുള്ള അല്ലെങ്കിൽ കുറേ ഡിപ്ലോകളും മാത്രമുള്ള ആൺകുട്ടികൾ, വലിയ ഇംബാലൻസസ് വരികയാണ്. ഒരിക്കലും നല്ല തീരെ വിദ്യാഭ്യാസമില്ലാത്ത ആണുങ്ങളും നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങളും തമ്മിലുള്ള വിവാഹാലോചനകളാണ് ഇന്ന് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം തരത്തിൽ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് നന്നായി പഠിക്കാൻ പറയുക, നന്നായി പഠിക്കാൻ പ്രചോദിപ്പിക്കുക, അതിനുള്ള കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. മാത്രമല്ല, ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് മാർക്ക് മാത്രം ഉണ്ടായാൽ പോരാ. ഇന്ന് ചെല്ലുമ്പോൾ, ജോലിക്ക് ചെല്ലുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിന് ചെല്ലുമ്പോഴൊക്കെ, പഠിക്കാൻ പ്രവേശനത്തിൽ ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾ ട്വിറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു, വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു, ആരൊക്കെയാണ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് പോയി ലൈക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ഗ്രൂപ്പിലെ മെമ്പർമാരാണ്, ഇതൊക്കെ നോക്കും. അപ്പോൾ ഈ കുട്ടിയുടെ വേഷം എങ്ങനെയാണ്, ഈ കുട്ടി കമൻ്റ് ചെയ്ത കമൻറ്റുകൾ എങ്ങനെയാണ്, ഇതൊക്കെ ഒരു ഓഫ്ലൈൻ പേഴ്സണാലിറ്റി മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയുടെ പുറത്ത്, മൊബൈൽ ഫോണിൻ്റെ അപ്പുറത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഓൺലൈനിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയകളിൽ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതുപോലും ജോലി കൊടുക്കുന്നിടത്തും ഇതൊക്കെ സ്വാധീനം ചെലുത്തും. നമ്മുടെ മക്കൾ ഇതൊന്നും അറിയാതെ നമ്മൾ വാങ്ങിക്കൊടുത്ത കാറുകളും നമ്മൾ വാങ്ങിക്കൊടുത്ത സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിക്കുകയാണ്. ഗൈഡൻസ് കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ നമ്മൾ തന്നെയാണ്. ഓരോ ഉപ്പാർക്കും ഉമ്മാർക്കും ഇത് കൊടുക്കാൻ കഴിയില്ല. പലരും അനുഭവിക്കുന്നൊരു വിഷമം അതാണ്. ഉപ്പ എന്നുള്ളത് നല്ലൊരു ATM മെഷീൻ മാത്രമാണ്, മിക്കവാറും ഉപ്പാരെ കിട്ടൂല. ഉമ്മ എന്നുള്ളത് ഒരു നല്ല ഷെഫും സർവൻറ്റും മാത്രമാണ്. ചോദിക്കുമ്പോഴൊക്കെ പൈസ എടുത്ത് കൊടുക്കുക. പേടിയാണ് ഉമ്മാർക്ക് കുട്ടികളെ. 8-9 വയസ്സായ തന്നെ ഉമ്മാർക്ക് കുട്ടികളെ പേടിയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ സാഹചര്യം അതാണ്. മിക്കവാറും ആളുകൾ ജോലിക്ക് വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി ഗൾഫിലൊക്കെയാണ്. അതുകൊണ്ട് ഇതിനൊരു കൂട്ടുത്തരവാദിത്തമുണ്ട്. സമൂഹത്തിലെ വളർന്നു വരുന്ന മക്കൾക്ക് ഒരു പാരൻ്റ്ഹുഡ് ഫീഡ് ചെയ്യണം. അതിന് മഹല്ല് ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ കാർമ്മികത്വമുള്ള, അധികാരമുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് ഇത്തരം കേവലമായ ചില പിരിവുകളും കണക്കെഴുത്തും വരിസംഖ്യ പിരിക്കലും മഹല്ലിലെ ശമ്പളം കൊടുക്കലുന്നതിനപ്പുറം മഹല്ലിൻ്റെ കൃത്യമായ നവയുഗത്തിന് അനുസൃതമായ രീതിയിൽ ആ മക്കളോടൊക്കെ ചേർന്ന് നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു നേതൃത്വ ഗുണത്തിലേക്ക് നമുക്കത് ആർജിക്കാൻ സാധിക്കും. അതിന് കഴിയുന്ന ആളുകളെ ചേർത്ത് കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് അത്തരം ഗൈഡൻസ് കൃത്യമായും ഇത്തരം ആളുകൾക്ക് കൊടുക്കണം. അവർക്ക് കരിയറിനെ കുറിച്ച്, ഏത് മേഖലയിൽ ജോലിക്ക് പോകണം, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഗൈഡൻസ് വേണം. എന്തുകൊണ്ട് നമ്മുടെ മഹല്ലിലുള്ള ആളുകൾ കേവലമായ ഗൾഫ് സ്വപ്നങ്ങൾക്കപ്പുറം, മൾട്ടിനാഷണൽ കമ്പനികളിലെ ജോലികൾക്കപ്പുറം നിർബന്ധമായും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും മെഷീനറികളിൽ, ഭരണകൂട സംവിധാനങ്ങളിൽ, പിയൂൺ മുതൽ IAS ഓഫീസർമാർ വരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ ആർമി ഓഫീസർമാരെയുള്ള മേഖലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ ആളുകളെ നിർബന്ധമായും പറഞ്ഞേക്കണം. മുസ്ലിം ഉമ്മത്തിലെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് അഭിമാനിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ ഇന്ന് വരാനിരുന്ന ജാഫർ PC IAS ഓഫീസറെ പോലെ, അബൂബക്കർ സിദ്ദീഖ് IAS ഓഫീസറെ പോലെ നല്ല കർമ്മകുശലനായി ജോലി ചെയ്യുന്ന ഓഫീസർമാരുണ്ടാകണം. അവരിലൂടെയാകണം മുസ്ലിം ഉമ്മത്തിനെ തലമുറകൾ അറിയേണ്ടത്. ഇവിടെ പഞ്ചാബ് വോട്ട് ചെയ്തു, UP വോട്ട് ചെയ്തു. UPയിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. അവരുടെ സ്വന്തം വീട്ടിൽ ലാട്രിൻ കക്കൂസുകളില്ലാഞ്ഞിട്ട് പുറത്ത് ഓപ്പൺ ഡെഫിക്കേഷന് വെളിക്ക്
നിസ്കരിക്കാൻ പോകുമ്പോൾ ബലാത്സംഗത്തിന് വിധേയരാകുന്ന പെൺകുട്ടികളുള്ള വീടുകളുണ്ട്, പുറത്തിറങ്ങാൻ പേടിക്കുന്ന വീടുകൾ. അങ്ങനെ ലക്ഷക്കണക്കിനും പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന യു.പിയിൽ മുസ്ലിം വോട്ട് പറഞ്ഞിട്ട് അവിടെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം വന്നു. തൊട്ടപ്പുറത്തെ പഞ്ചാബിൽ ഭൂരിഭാഗം വരുന്ന സിഖുകാർ വോട്ട് ചെയ്തു. ആരും സിഖ് വോട്ടിനെ കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റവരൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്കെല്ലാം കൊടുന്നുതരും, സംവരണം കൊടുന്നുതരും, എല്ലാം കൊടുന്നുതരുന്നു ചിന്തിക്കേണ്ടവരല്ല. നമ്മൾ അതിനപ്പുറം എങ്ങനെയാണ് ഭരണകൂട മേഖലയിലേക്ക്, സംവിധാനങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ എങ്ങനെയാണ് മറ്റുള്ളവരെ പോലെ ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളിൽ എങ്ങനെയാണ് എത്തിച്ചേരുക? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾ ആരും ഉണ്ടാവില്ല, നമ്മളെ മഹല്ലിൽ ഒരാളുണ്ടാവില്ല. അപ്പോൾ മഹല്ലിൽ ആരെങ്കിലും പിടിച്ച് കേസ് ഉണ്ടാകും. ആ പോലീസ് സ്റ്റേഷനിൽ ഒരാളുണ്ടാകുമ്പോഴാണ് ആ പോലീസുകാരന് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര നമ്മൾ ഗൾഫിൽ പോയി സമ്പാദിച്ച പണം മുഴുവനും കൈക്കൂലി കൊടുത്ത് ആളുകളെ ബോധ്യപ്പെടുത്താൻ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ അതുപോലെ തന്നെ മറ്റു എല്ലാ പബ്ലിക് ഓഫീസുകളിലും നമ്മൾ അങ്ങനെ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. മഹല്ലുകളിൽ അതിന് ആഹ്വാനങ്ങൾ ഉണ്ടാകണം. കേരള സ്റ്റേറ്റിലോ സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലോ ഒക്കെ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ബഹുമാന്യരായ ഉസ്താദുമാരെ പള്ളിയിൽ വെച്ച് നമ്മളത് പറഞ്ഞ് പ്രചോദിപ്പിക്കണം. എന്തിനാണ് പ്രചോദിപ്പിക്കുന്നത്? നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് പള്ളിയിൽ നിൽക്കുന്ന നമ്മളെക്കാൾ പ്രബോധന സാധ്യതയുള്ളത് ഒരു IAS ഓഫീസറുടെ കസേരയിൽ ഇരിക്കുന്ന പാബന്ധിയായി നമാസിയായി നിസ്കരിക്കുന്ന ഒരു IAS ഓഫീസർക്കാണ്. അയാളെ കാണുമ്പോൾ മനസ്സിലാവുക, നിസ്കരിക്കും, നോമ്പ് വെക്കും, എന്നാൽ സത്യസന്ധനാണ്, കൈക്കൂലി വാങ്ങൂല. അബൂബക്കർ സിദ്ദീഖ് IAS ഓഫീസറെ പോലെയുള്ള ഒരാൾക്കുള്ള അഭിമാനമത നമാസിയാണെന്നറിയാം. BJP ഭരിക്കുന്ന ജാർഖണ്ഡിൽ അബൂബക്കർ സിദ്ദീഖ് IAS ഓഫീസർ വർക്ക് ചെയ്യുന്നു. പക്ഷെ അവിടെയുള്ള ആളുകൾക്കറിയാം സത്യസന്ധനാണ്. മൈനിങ് കമ്മീഷൻ എന്ന് പറയുന്ന മൈനിങ് കമ്മീഷണറായിട്ട് സിദ്ദീഖിനെ നിയമിക്കാനുള്ള കാരണം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിയമിക്കാനുള്ള കാരണം 5 പൈസ കൈക്കൂലി വാങ്ങൂല എന്ന് ഗവൺമെന്റിന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ്. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങൾക്ക് ദഅവത്ത് പരമായും ഇസ്ലാമിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുമൊക്കെ ഒരു പിയൂണിന്റെ പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പിയൂണിന്റെ പോസ്റ്റിൽ നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ നാളെ വാ എന്നുള്ള ദിക്റ് ചെല്ലുന്നതിനപ്പുറം എന്താണെന്ന് വരും ഞാൻ ചെയ്തു തരാ എന്ന് പാവപ്പെട്ട ഒരു അമ്മയെയും ഉമ്മയെയും കാണുമ്പോൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനെ, താഴെ തട്ടു മുതൽ ഉയർന്ന തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ നമുക്കുണ്ടാക്കാൻ സാധിക്കും, നമുക്ക് പ്രചോദിപ്പിക്കാൻ സാധിക്കും, അതിന് പ്രോത്സാഹനം കൊടുക്കാൻ സാധിക്കും. അതിന് വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള വലിയ എഫേർട്ടുകൾ, വലിയ സംവിധാനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ തലങ്ങളിലുള്ള വലിയ ഗൈഡൻസ് നമ്മൾ കൊടുക്കണം. നമ്മുടെ മക്കളൊക്കെ എന്ത് പഠിക്കുന്നു? നിശ്ചിതമായ ആളുകൾ മതമേഖലയിലേക്ക് 5ാം ക്ലാസ് കഴിഞ്ഞാലും 7ാം ക്ലാസ് കഴിഞ്ഞാലും 10ാം ക്ലാസ് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് വലിയ നല്ല പഠന സംവിധാനങ്ങളുണ്ട്. നല്ല മതപണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അൽഹംദുലില്ലാഹ് സമസ്തയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള പ്രോത്സാഹനങ്ങൾ മഹല്ല് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കണം. ഓരോ തലമുറയിൽ നേതൃത്വം ഉണ്ടാകണം, മതപണ്ഡിതന്മാരുണ്ടാകണം, ഓരോ കുടുംബത്തിലുണ്ടാകണം. അപ്പോൾ അതിൻ്റെ പ്രോത്സാഹനം വേണം. എല്ലാ തരത്തിലുമുള്ള ആളുകളെ വാർത്തെടുക്കാനുള്ള വിദ്യാഭ്യാസ ഗൈഡൻസ് നിർബന്ധമായി നടത്തണം. ഒരുപാട് ടാലന്റ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NTSC എക്സാം ഉണ്ട്, NMMS എക്സാം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾ നടക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഈ അടുത്ത ദിവസം വ്യോമസേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എറണാകുളത്ത് നടന്നിരുന്നു. ഞാൻ കാസർഗോഡ് നിന്ന് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഒരു സംഘടിതമായി 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ സംഘടിതമായി വാഹനത്തിൽ കയറുന്നുണ്ട്, ട്രെയിനിൽ കയറുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് ഭരണ സംവിധാനം തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ കൃത്യമായ പ്രചോദനത്താൽ, മോട്ടിവേഷനാൽ വന്ന ആളുകളാണ്. ഞാൻ കൃത്യമായി അവരോട് പലരോടും ചോദിക്കുകയുണ്ടായി. പലരും അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് ആ ഒരു ഭരണം തിരിക്കുന്നതിൻ്റെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞ 10-75 വർഷമായി ഇന്ത്യയിൽ ആധിപത്യത്തിൽ വരാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ പ്രചോദിപ്പിച്ച ആളുകളാണ് അന്ന് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം വ്യോമസേനയുടെ റിക്രൂട്ട്മെന്റിന് വന്നത്. നമ്മൾ ആരറിഞ്ഞു, എന്ത് മേഖലയിൽ, നമ്മുടെ മഹല്ലടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? നമ്മൾ വ്യോമസേനയിൽ ആളില്ല എന്ന് പറയും, പോലീസിൽ ആളില്ല എന്ന് വരും, ആർമിയിൽ ആളില്ല എന്ന് വരും. എന്തുകൊണ്ടാണ് അവിടെ ആളുകൾ ഉണ്ടാകേണ്ടത്? ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങളെ, യഥാർത്ഥ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ ഇത്തരം മേഖലയിലേക്ക് വളരെ ഗൗരവമായി മഹല്ല് ജമാഅത്തുകൾ നടത്തേണ്ട ഒരു സംവിധാനം അതാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ആളുകൾക്കും കൃത്യമായി ഗൈഡൻസ് കൊടുക്കുക. ഒരു വർഷത്തെ ഇയർ പ്ലാനിൽ, ഇതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, എല്ലാവരും ആ മേഖലയിൽ മദ്രസയെ അതിനൊരു അടിസ്ഥാന കേന്ദ്രമാക്കുക. നമ്മുടെ മദ്രസയിലെ നാട്ടിൽ പല മദ്രസയും പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ള, അതുകൊണ്ട് പ്രസിഡന്റ് പോലും ശ്രദ്ധിക്കൂല മദ്രസയിൽ ഉസ്താദുണ്ടോ, പഠനം നടക്കുന്നുണ്ടോ നോക്കൂല. കാരണം പ്രസിഡന്റിന്റെ മോന് പോലും പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മദ്രസകൾ ഇനി
ഇനി എല്ലാ ആളുകൾക്കും എല്ലാവരും മദ്രസയിൽ വന്നോളണമെന്നില്ല. എന്നാൽ നമ്മുടെ മദ്രസകളെ എല്ലാ കുട്ടികളുടെയും ഫയലുകൾ സൂക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും വന്ന് അവരുടെ വിദ്യാഭ്യാസ മേഖല ഏതെന്ന് നിർണ്ണയിക്കാവുന്ന, അതിലൂടെ അവർ മതത്തോടും പള്ളിയോടും മദ്രസയോടുമൊക്കെ ഒരു ആഭിമുഖ്യം പുലർത്തുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. കുറച്ച് മഹല്ലുകൾക്കെങ്കിലും അങ്ങനെ സാധിക്കുമെന്നുറപ്പുണ്ട്. ഒരുപാട് മഹല്ലുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ കൃത്യമായ ഇയർ പ്ലാനിൽ, ഒരു വാർഷിക പദ്ധതിയിൽ നമുക്ക് വിദ്യാഭ്യാസ കർമ്മ പദ്ധതികൾ നിർബന്ധമായും അതിൽ ഉൾപ്പെടുത്തുകയും ഓരോ സമയത്തും, അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയമാണ് ഇനി നമ്മുടെ മുമ്പിൽ ആദ്യമുള്ളത്. അടുത്ത മക്കൾ എന്തു ചെയ്യണം, ഏത് മേഖലയിൽ പഠിക്കാൻ പോകണം, അപ്പുറത്തിരിക്കുന്ന കുട്ടി പൂരിപ്പിക്കുന്ന അപേക്ഷാ ഫോം ആകരുത് എൻ്റേത്, എൻ്റെ കുട്ടി വേറെ തരത്തിലാണ് അവൻ പഠിക്കാൻ പോകേണ്ടത്, അവൾ പഠിക്കാൻ പോകേണ്ടത്, എന്തിന് എവിടെ പോകണം, ഏതു തരത്തിൽ. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി, അവൾക്ക് അനീശ്വലായിട്ടുള്ള അസാധാരണമായ ഒരു ഭയമുണ്ടായപ്പോൾ അവൾക്കൊരു കൗൺസിലിംഗ് അവരോടൊന്ന് സംസാരിക്കേണ്ടി വന്നപ്പോൾ അവളുടെ ഏറ്റവും വലിയൊരു പേടി +1 ക്ലാസ് മുതൽ വലിയൊരു മഹല്ലിലെ വലിയ മതപരമായി നേതൃത്വം നൽകുന്ന ഒരാളാണ്, +1 മുതൽ എഞ്ചിനീയറിംഗിൻ്റെ അവസാന വർഷം വരെ ഇത്ര 4-2-6 വർഷമായിട്ട് ലോഹറും അസറും സ്കൂളുള്ള ദിവസം ക്ലാസ്സുള്ള വർക്കിംഗ് ഡേയ്സിൽ ലോഹറും അസറും നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി വിവാഹ ജീവിതത്തിൽ എന്നത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് കുട്ടിയുടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നാടുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ 8ാം ക്ലാസ് മുതൽ പലപ്പോഴും പ്രായപൂർത്തിയായ കുട്ടികളുണ്ടാവും. ആൺകുട്ടികൾ അടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കും, പെൺകുട്ടികൾ അവിടെ നിസ്കരിക്കുന്നു. ഒരു CA അക്കാഡമി നടത്തുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഒരുപാട് മാപ്പിളാർ പെൺകുട്ടികളെ ചേർക്കാൻ കൊണ്ടുവന്നു, ഒരു ഉമ്മയും ഒരു ഉപ്പയും ചോദിച്ചില്ല, നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചില്ല എന്നാണ് അയാൾ പരാതി പറഞ്ഞത്. ഞാൻ പറയുന്നത്, നമ്മൾ ഇതൊക്കെ പരിഗണിക്കണം. നമ്മൾ വലിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ഏത് തരത്തിലാണ് അവരെ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നത്. നിസ്കാരം ഒഴിവാക്കേണ്ടി വരും. പല മഹല്ലുകളിലും നമ്മുടെ മഹല്ല് ജമാഅത്ത് പള്ളി നന്നാക്കാൻ, മദ്രസ നന്നാക്കാൻ, പുതിയ സൗധങ്ങൾ എടുക്കാൻ ഒക്കെ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടാകും. ആ സ്കൂളിനടുത്ത് ഒരു നിസ്കാര റൂം സൗകര്യം ചെയ്യാൻ ഇന്ന് ഒരുപാട് ആളുകൾക്ക് നിസ്കാര റൂം സൗകര്യം. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. നിങ്ങൾ മഹല്ല് ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തൊട്ടടുത്ത സ്കൂളുകളിലെ ആ സംവിധാനങ്ങളെ കുറിച്ചൊന്ന് ഗൗരവമായി ആലോചിക്കണം. പലപ്പോഴും അവിടെ ഒന്ന് സംസാരിച്ചാൽ, അധ്യാപകരോട് സംസാരിച്ചാൽ, പ്രിൻസിപ്പളിനോട് സംസാരിച്ചാൽ ചെയ്തു കൊടുക്കും. ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. നമുക്കാർക്കും, നമ്മുടെ രക്ഷിതാക്കൾക്കാർക്കും ആ വിഷയത്തിൽ ആകുലത വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് തുടങ്ങുമ്പോൾ അവരെ വിളിക്കുക. പരീക്ഷയുടെ മുമ്പ് എങ്ങനെയാണ് പരീക്ഷ ടെൻഷൻ, ഒരുപാട് കുട്ടികൾ ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. മാത്രമല്ല, കൃത്യമായി ഒരു വർഷത്തിൻ്റെ ഇയർ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ മതപഠന സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നു. എന്നാലും നിശ്ചിത പ്രായങ്ങളിലെത്തുമ്പോൾ കുട്ടികളുടെ ഭാഷയിൽ അവർക്ക് രസകരമായി ദീനിനെ പറഞ്ഞു കൊടുക്കാവുന്ന വർഷത്തിൽ ഒരു ക്ലാസ്സെങ്കിലും കുട്ടികളുടെ ഇസ്ലാം ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് യൂറോപ്പിലെ അമേരിക്കക്കാരൊക്കെ കുട്ടികൾക്ക് എങ്ങനെയാണ് ദീന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നമ്മൾ കുട്ടികൾ പലപ്പോഴും ചെറുപ്പം മുതലേ ദീനിനെ വെറുക്കുന്നുണ്ട്. പല പള്ളികളിൽ നിങ്ങൾ വിദേശത്ത് പോയൊക്കെയാൽ കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യം ഉണ്ടാകും. കുട്ടികളെ കൃത്യമായി നല്ല രീതിയിൽ, നമ്മുടെ ഒരു കുട്ടി 10-16 വയസ്സായ കുട്ടികളുടെ ക്യാമ്പിൽ പോയപ്പോൾ ഒരു കുട്ടി വിഷമത്തോടെ പറഞ്ഞത്, ഞാൻ 6ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 6ാം വയസ്സിൽ പള്ളിയിൽ പോയതാണ്, പിന്നെ പോയിട്ടില്ല. അപ്പോൾ 6ാം വയസ്സിൽ പള്ളിയിൽ പോയപ്പോൾ ഹൗദിൽ കുട്ടികൾ കളിക്കും. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കാക്ക ഉണ്ടാവും, എല്ലാ മഹല്ലിലും ഉണ്ടാകും ഏതെങ്കിലും ഒരു കാക്ക ചൂടാവാനായിട്ട്, അല്ലെങ്കിൽ ഏതൊരു ഉസ്താദ് ചീത്ത പറയാനായിട്ട്. അപ്പോൾ ആ കാക്ക എന്താണ് ഹൈവാനെ ഷെയ്ത്താനെ പള്ളിയിൽ ഹൗദിൽ കളിക്കണമെന്ന് പറയും. അല്ലെങ്കിൽ ഓനൊരു ആനമയിലൊട്ടകം ഒരു കുപ്പായം ടീഷർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കോലത്തിൽ ഒരു മുടി വെട്ടിയിട്ട് വരും. അപ്പോൾ അതിന് ഓനെ ചീത്ത പറഞ്ഞിട്ട് ആട്ടി ഓടിക്കും. പിന്നെ പള്ളി എന്ന് പറയുമ്പോൾ ഈ സാധുവിന് ഓർമ്മ വരും, ആ കാക്ക അല്ലെങ്കിൽ ആ അജയരൻ അല്ലെങ്കിൽ ആ ഉസ്താൻ, അവൻ ദീനിനോടാ വെറുപ്പ് വരുന്നത്. ഇങ്ങനെ കുട്ടികൾക്ക് അനുസൃതമല്ലാത്ത, ചൈൽഡ് ഫ്രണ്ട്ലി അല്ലാത്ത പള്ളികളും മദ്രസകളും മഹല്ല സംവിധാനങ്ങളും കുട്ടികളെ അടിച്ചോടിക്കാൻ, കുട്ടികളോട് എണീക്കറോടുന്ന് മറ്റാൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുമെന്ന് പറയാൻ. ഒരു വലിയ ആൾ ഒരു കുട്ടിയും കൂടി വരുമ്പോൾ നമ്മൾ വലിയ ആളോട് സലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും, വർത്താനം പറയും. ചെറിയ കുട്ടീനോടൊന്ന് സലാം പറയും കൂടിയും ചെയ്യൂല, ആ കുട്ടീനൊന്ന് പരിഗണിക്കുക പോലും ചെയ്യൂല. ചൈൽഡ് ഫ്രണ്ട്ലി അല്ല പലപ്പോഴും. എന്തുകൊണ്ട് വളർന്നു വരുന്ന യുവതലമുറ, ന്യൂ ജനറേഷൻ പലപ്പോഴും ദീനി വിരുദ്ധമായി ചിന്തിക്കുന്നു, സ്വതന്ത്രമായി ആലോചിക്കുന്നു, നമ്മുടെ വ്യവസ്ഥകൾക്ക് സംവിധാനങ്ങൾക്ക് എതിരെ നിൽക്കുന്നു. കേവലമായി ഇവർക്കൊന്നും ദീന് കിട്ടാത്തതുകൊണ്ടോ റിബലുകളായതുകൊണ്ടോ മാത്രമല്ല, എന്തുകൊണ്ട് റിബലായി നമ്മുടെ വീട്ടിൽ, അവർക്ക് നാട്ടുകളിൽ, മഹല്ലുകളിൽ, പള്ളികളിൽ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നു എന്ന് ആലോചിക്കണം. കൗമാരപ്രായത്തിലെത്തുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള അഡോളസന്റ് സൈക്കോളജിയുടെ പ്രത്യേക സെഷൻസ് വെക്കണം. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ പ്രത്യേകം വിളിക്കുക, ആൺകുട്ടികളെ പ്രത്യേകം വിളിക്കുക. അവരൊരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ലൈംഗികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവർ ലൈംഗിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ് പല കുട്ടികളും. രക്തബന്ധമുള്ളവർ, പലപ്പോഴും ഉപ്പമാർ, എളാപ്പമാർ, അമ്മാവന്മാർ, അടുത്ത ബന്ധുക്കൾ
ആരറിഞ്ഞു? ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, ക്രൂരമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു, സ്വവർഗ ലൈംഗികതയ്ക്ക് ഉപയോഗപ്പെടും. ഞാൻ എല്ലാവരും എപ്പോഴും എല്ലാ സ്ഥലത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് അതിനെ നേരിടാൻ, നോ എന്ന് പറയാൻ, അരുതെന്ന് പറയാൻ, അല്ലെങ്കിൽ സ്വന്തം ഉപ്പയോട് ഉമ്മയോടൊന്ന് പറയാനുള്ള സാഹചര്യം ഇതാരാണ്? തന്നെ ഇത് ദുരുപയോഗപ്പെടുത്താണെന്ന് പറയാൻ, ജീവിതത്തിൽ ഇത്തരം ഇമോഷൻസ് വരുന്ന സമയത്ത് അതിനെ നേരിടാനുള്ള മനക്കരുത്ത് നൽകാൻ, വെറുതെ ഇരുന്ന് സങ്കടപ്പെട്ട് കരയുന്ന കുട്ടികൾ, ഓടിപ്പോകുന്ന കുട്ടികൾ ഒന്നും പരിഗണിക്കാനാവുന്നില്ല. പല കുട്ടികളും പറയും, അവളുടെ കൂട്ടുകാരന്മാർ വന്നാൽ, അവൻ്റെ കൂട്ടുകാരന്മാർ വന്നാൽ, അവളുടെ ചങ്ങാഴ്ചമാർ വന്നാൽ ഓള് 100 ആളാണ്, ഓന് 100 ആളാണ്, എന്നോട് മുണ്ടണില്ല, ഉമ്മ പറയും എന്നോട് മുണ്ടണില്ല. ആ കുട്ടികളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സാഹിബുഹു, അവരോട് ചേർന്ന് നിൽക്കാൻ, അവരോടൊരു കൂട്ടുകാരനാവാൻ, നബി സഹാബത്തിന് കൂട്ടുകാരായ പോലെ ഒന്ന് കൂട്ടുകൂടാൻ. എന്നാൽ ഒരു പ്രണയലേഖനം കിട്ടുമ്പോൾ, ഒരു ലൈംഗിക അതിക്രമം വരുമ്പോൾ, എവിടെ നിന്നെങ്കിലും പ്രയാസകരമായ ഒരു സാഹചര്യം നേരിടുമ്പോൾ, സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ഒന്ന് വന്ന് പറയാൻ മാതാപിതാക്കൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കാൻ, അതൊന്ന് ആരോടെങ്കിലും തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു പക്വത നൽകാൻ. 8, 10, 11 വയസ്സായ കുട്ടികൾ വളരെ അശ്ലീലമായ ലൈംഗികതകൾ കാണാൻ, ചിലപ്പോൾ കാക്കാൻ്റെ മൊബൈലിൽ നിന്നായിരിക്കും, ചിലപ്പോൾ വാപ്പാൻ്റെ മൊബൈലിൽ നിന്നും ആയിരിക്കാം ചിലപ്പോൾ അശ്ലീലതകൾ കാണുന്നത്. പക്ഷേ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ അശ്ലീലതയാണ്. അത് ബാധിക്കുന്നത് അവരുടെ കുടുംബജീവിതത്തെയാണ്. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഡൈവോഴ്സിലെത്തുന്ന ഭാര്യയെ വേണ്ട എന്ന് പറയുന്ന പുതിയൊരു വർഗം നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയും മദ്രസയും മനോഹരമാക്കുന്നിടത്ത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ലൈംഗികത കാണണ്ട, പടച്ചോന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിനു കൂടി ലൈംഗികത നിങ്ങൾ കാണരുത്, അശ്ലീലത കാണരുത്, ബ്ലൂ ഫിലിം കാണരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വയല് പറഞ്ഞു കൊടുത്താൽ മാത്രമല്ല, അതിൻ്റെ കൃത്യമായ ബോധനം നൽകാൻ ആ കുട്ടികളോട് അവരുടെ കൗമാരപ്രായത്തിൻ്റെ ഭയവിഹ്വലതയെയും മാറ്റങ്ങളെയും ബോധ്യപ്പെടുത്താൻ കൊടുക്കുന്ന തക്ക തരത്തിൽ അവർക്ക് അത്തരം സംവിധാനം വെച്ചു കൊടുക്കണം. സോഷ്യൽ മീഡിയ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ. കാരണം എല്ലാവരും കണക്റ്റഡാ. പണ്ട് റക്കീബ അതീത് ഇതൊക്കെ അലൈമസ്സലാം എങ്ങനെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുക, ആരാത് രൂപപ്പെടുത്താന്നൊക്കെ ആലോചിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എവിടെയൊക്കെ ലൈക്ക് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം റെക്കോർഡാണ്. അത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. നമ്മുടെ സമൂഹമാണ്. ഒരുപക്ഷെ മലബാറിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും സൈബർ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ സംസാരിച്ചിട്ട് പറയും, നമ്മുടെ കുടുംബങ്ങളിലാണ്, വൈഫൈ ഉള്ള സ്ഥലങ്ങളിലാണ് മൊബൈൽ ഫോണും നെറ്റും ജിയോയും ഒക്കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അശ്ലീലത കാണുന്നു. കാരണം പടച്ചോന് പേടി നമ്മൾ കൃത്യമായി കൊടുത്തിട്ടില്ല. പേടി എന്നതിനപ്പുറം പടച്ചോൻ എന്നുള്ള ഇഷ്ടം കൊടുത്തിട്ടില്ല, അള്ളാഹുവിൻ്റെ സാന്നിധ്യം കൊടുത്തിട്ടില്ല. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് എത്രയാ പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട്. അള്ളാഹ് എന്ന ബോധമില്ല. നിസ്കരിക്കും, നോമ്പ് വെക്കും, അവൻ ഒറ്റയ്ക്ക് മൊബൈലായ അതും ഇതും കാണും, ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനമുണ്ട്. ആരും പേടിക്കേണ്ട, എല്ലാവരെയും പറ്റിക്കാം. അവിടെയാണ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, പടച്ചോനെ പേടി ഒപ്പം കൊടുക്കുക. ടെക്നോളജിയെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ മഹല്ലുകളിൽ കൃത്യമായി അവയർനെസ് കൊടുക്കണം. എങ്ങനെ ഇത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഏറ്റവും നല്ല സാധനമാണ്. കത്തി പോലെ പച്ചക്കറി നന്നാക്കാനും പറ്റും, ആളെ കുത്താനും പറ്റും. ഉപയോഗിക്കുന്ന ആളെങ്ങനെയെന്നുള്ളതാണ്. ആ ഉപയോഗിക്കുന്ന സംവിധാനം സുതാര്യമാക്കാനും ഉപയോഗപ്രദമാക്കാനും ഏറ്റവും നല്ല ബിസിനസ് ഒക്കെ ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്. ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതിനെക്കുറിച്ചുള്ള സംവിധാനങ്ങൾ കൊടുക്കണം. ഇവിടെ ഇന്നലെ SV പറഞ്ഞു, പ്രീമെറിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. 40 കുട്ടികളുടെ ടീച്ചറോട് എൻ്റെ കുട്ടീനെ നോക്കാഞ്ഞ് ഉസ്താദിനോട് എൻ്റെ മോനെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചീത്ത പറയെങ്കിലും നമുക്കൊക്കെ മക്കളെ നോക്കാൻ പേടിയാണ്. സ്കൂൾ പൂട്ടാൻ നേരത്തുള്ള പാരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ പാരൻസൊക്കെ പേടിച്ചിരിക്കുക. അടുത്ത 2 മാസം കുട്ടികൾ എത്ര ഗ്ലാസ് പൊട്ടിക്കുമെന്ന് അറിയില്ല, കാറുമ്മ കമ്പി കൊണ്ട് വരക്കുമെന്ന് അറിയില്ല. ഈ കുട്ടികളെ 2 മാസം നോക്കി വളർത്തണമല്ലോ, പേടിയാണ്. എങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തുക, എങ്ങനെയാണ് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക? വികൃതിയാണ്, ഇരുത്തിയോടുത്തിരിക്കൂല, പറഞ്ഞാൽ കേൾക്കൂല, കളവ് നടത്താൻ വാപ്പ ഇഷ്ടം പോലെ സമ്പാദിക്കേണ്ടത്, എന്നിട്ടും സ്കൂളിലെ കുട്ടികളുടെ ബാഗിൽ നിന്നെടുത്ത് മോഷ്ടിച്ചു കൊണ്ടുവരാൻ. ഈ കുട്ടികളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, പരിചരിക്കേണ്ടത്? ആധുനിക വ്യവസ്ഥിതിയിൽ സൈക്കോളജിയൊക്കെ രൂപപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത് പാരൻസിന് പാരന്റിങ് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. അതിലപ്പുറം ഒരു കപ്പിൾസിന്റെ ജീവിതം, കുടുംബജീവിതം എങ്ങനെയാണ്, മുത്തലാഖിനെ കുറിച്ചും തൊലാഖിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല കുടുംബങ്ങളും പ്രധാനമന്ത്രിനെ പറഞ്ഞ പോലെയാണ്, തൊലാഖിലൊന്നും എത്തിയിട്ടില്ല, അബാൻഡൻഡ് ആണ്, ഭാര്യനെ നോക്കണില്ല, അങ്ങോട്ട് പോകണില്ല, അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ ദാമ്പത്യ ജീവിതം. എങ്ങനെ ജീവിക്കേണ്ടെന്ന് അറിയില്ല. എല്ലായിടത്തും പല കഥകളും പല സീരിയലുകളും ഇതൊക്കെ കാണാൻ. ഇപ്പം സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. വാർദ്ധക്യം വലിയൊരു വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, വാർദ്ധക്യം വലിയൊരു വിഷയമാണ്. പുതുതായി ജെറിയാട്രിക്സ് എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് വാർദ്ധക്യകാലം ചെലവഴിക്കേണ്ടത്? നമ്മൾ ഉസ്താദ്മാർ യുവാക്കളും ധാർമ്മിക ബോധമുള്ള വിഷയം കൊടുക്കും. എന്നിട്ട് എല്ലാ ഉസ്താദ്മാരും വന്ന് യുവാക്കളെ കുറിച്ചിട്ട് കുറേ പ്രസംഗിക്കും. അസ്സിഹത്തു വൽ ഫറാഖു എന്ന ഹദീസും പറയും. അസ്സിഹത്തു എന്ന് പറയും ആരോഗ്യഘട്ടം, ഫറാഖ് എന്ന് പറഞ്ഞതൊരു സംഗതിയാണ്.
ഫറാഖ് എന്ന് പറഞ്ഞ ഒഴിവ് സമയം വലിയൊരു സംഗതിയാണ്. 45 വയസ്സായ വാപ്പാനോട് 25 വയസ്സായ മോൻ പറയും, വാപ്പ ഞാൻ അധ്വാനിക്കണ്ട, അഞ്ഞ് ജോലിക്കൊന്നും പോകണ്ട, ഞാൻ അയച്ചുതരാം. അതോടെ വാപ്പ വാർദ്ധക്യത്തിലെത്താണ്, വൃദ്ധരാവുകയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. അവസാന നിമിഷം വരെ എൻഗേജ് ചെയ്യാൻ സാധിക്കണം. വീട്ടിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യനൊരു എൻഗേജ്മെന്റ് ഉണ്ടാകണം. ഒഴിവ് സമയം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവില്ല. അപ്പം പിന്നെ ഉസ്താദിന്റെ വലല്ലാലിയും തെറ്റാണോ, ബിസ്മില്ല ഓതിയയിൽ റഹ്മാൻ റഹീം ഓതിയത് ശരിയാണോ, അവിടെ എന്താ കാല് വെച്ചത് ശരിയാണോ, മഹലിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാ കുഴപ്പങ്ങളും നോക്കി നടന്ന് എല്ലാ പ്രശ്നങ്ങളും നോക്കി നടക്കുന്ന ഒരു വാർദ്ധക്യകാലം. പടച്ചോനെ പേടിക്കേണ്ട, ഏറ്റവും കൂടുതൽ പടച്ചോനോട് അടുക്കേണ്ട ഒരു സമയമാണല്ലോ. അവിടെ വാർദ്ധക്യം ഒരു വിഷയമായി വരുന്നു. എങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ ഓൾഡ് ഏജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാം? ഡോക്ടർമാർ പറയും എൻഡ് ഓഫ് ലൈഫ് ട്രീറ്റ്മെന്റ്. ജീവിതാവസാനം ഏറ്റവും മനോഹരമായി മരണം കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹം നമ്മളാണ്. നമ്മളെ ICU കൊണ്ടുപോയിട്ട് മരിപ്പിക്കണത്. ICU ഇങ്ങോട്ട് കൊണ്ടുവരില്ല, മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, നോക്കാൻ വയ്യ. എല്ലാ കുട്ടികളെയും മക്കളെയും പേരക്കുട്ടികളെയൊക്കെ കണ്ടിട്ട് ഒരു മരണം കൊടുക്കാൻ പറ്റുക നമുക്കാണ്. നമ്മളാണ് ഏറ്റവും മോശമായ വളരെ ഒറ്റപ്പെട്ട മരണം നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻഡ് ഓഫ് ലൈഫ് ട്രീറ്റ്മെന്റും ഓൾഡ് ഏജ് ട്രീറ്റ്മെന്റും വാർദ്ധക്യം എങ്ങനെ മനോഹരമായി ചിലവഴിക്കണം. നമ്മൾ വൃദ്ധസദനങ്ങൾക്കെതിരാണ്, എല്ലാ വേളയിലും നമ്മൾ വൃദ്ധസദനങ്ങൾക്കെതിരെ പറയാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, കുറച്ച് വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പല വീട്ടിലും ഭക്ഷണം കിട്ടണില്ല, മരുന്ന് കിട്ടണില്ല, വേണമെങ്കിൽ കഴിച്ചാൽ മതി. വാപ്പാക്ക് വാശിയാണ്, ഉമ്മാക്ക് വാശിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂത്രയിക്കാൻ മുട്ടിയെ പറയണമെന്ന്, പക്ഷെ ഉമ്മ മൂത്രയിക്കും, അവിടെ തന്നെ മൂത്രയിക്കും, വാപ്പ അവിടെ തന്നെ തുപ്പും. ഇത് സിസ്റ്റം ഹാങ്ങാണ്. ഒരു കൊല്ലമായ ആപ്പിൾ മൊബൈല് നടക്കണില്ല, പിന്നെ മനുഷ്യന്റെ സിസ്റ്റം നടക്കും. ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധവൽക്കരണം നടത്തപ്പെടണം. പ്രായമുള്ള ആളുകൾ ജീവിക്കുന്ന വീടുകളിൽ പ്രായമുള്ളവർക്ക് എങ്ങനെ വാർദ്ധക്യം മനോഹരമാക്കാമെന്നും പ്രായമുള്ള ആളുകളുടെ ഒപ്പം ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് വൃദ്ധരോട് പെരുമാറേണ്ടതെന്നും മാ അക്രമ ഷാബുൻ ഷൈഖൻ ഹദീസ് ആയത്തൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് വയലിനുള്ളതാണ്, ഇതൊക്കെ പ്രഭാഷണം നടത്താനുള്ളതാണ്. അതിലപ്പുറം മുസ്ലിം ഉമ്മത്തിന്റെ ജീവിത രീതിയിൽ എങ്ങനെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം അതാണ്. പലരും കൈകാര്യം ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയം അതാണ്. അതുകൊണ്ട് വാർദ്ധക്യം വൃദ്ധരാകുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തെ മനോഹരമാക്കാൻ, അവർക്ക് കൃഷിയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ, അവർക്ക് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മക്കളെ കൊടുക്കണില്ല, പേരക്കുട്ടികളെ കൊടുക്കണില്ല. പേരക്കുട്ടിനോട് വർത്താനം പറഞ്ഞാൽ വാപ്പാന്റെ ഭാഷ പഠിച്ചാൽ കുട്ടി മോശാവോ, സ്കൂളിൽ പോയിട്ട് അതേ ഭാഷ പറഞ്ഞാൽ ഷെയിമാവോ എന്നൊക്കെയുള്ള പേടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ പോലും പഠിക്കേണ്ടത്, മക്കൾ എന്ന് പറയുന്നത് പേരക്കുട്ടികൾ എന്നുള്ള വലിയപ്പന്മാരുടെയും വലിയമ്മമാരുടെ ഒരു അനുഗ്രഹമാണ്. ഞാനിത് മൊത്തത്തിൽ പറഞ്ഞത് നമ്മൾ വളരെ ഗൗരവമായി സമീപിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്, ഓൾഡ് ഏജ് ആണ്. ജെറിയാട്രിക്സ് എന്നൊരു ശാസ്ത്രശാഖ ആ മേഖലയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, വൃദ്ധർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കുക. പ്രായമാകുന്ന ആളുകൾക്ക്, റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക്, ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക്, വീട്ടിൽ ചെറുപ്പത്തിൽ 25-ലും 30-ലൊക്കെ ചിലപ്പോൾ വൃദ്ധരാകും, ബെഡ് റിഡൻ ആകും, ശരീരം തളർന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ആളുകൾ, വൃദ്ധരായ ആളുകൾക്ക് അവർക്ക് ഫ്രണ്ട്ലി ആയ പള്ളികൾ ലോകത്ത് ഇന്നൊരു പള്ളിക്ക് അപ്രൂവൽ കൊടുക്കണമെങ്കിൽ, ഒരു സ്ഥാപനത്തിന് ബിൽഡിങ്ങിന് അപ്രൂവൽ കൊടുക്കണമെങ്കിൽ വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് പോകാൻ സംവിധാനം ഉണ്ടാവണം. നമ്മൾ പള്ളിയിൽ സെഫ് ശരിയാക്കും, നമ്മുടെയൊക്കെ മഹലിന്റെ മുറ്റത്ത് ഗേറ്റിൽ കയറുമ്പോൾ മറ്റെല്ലാ വണ്ടികളും ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ഒരു കണ്ണാണാത്ത ആൾക്കും പ്രായമുള്ള ആൾക്കും ഉള്ളിൽ കയറാൻ പോലും പറ്റൂല. എന്നിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് സെഫ് ശരിയാക്കുന്നുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വിചാരിച്ച വേറൊരു കാര്യം, നല്ലൊരു ട്രാഫിക് ബോധവൽക്കരണം കൊടുക്കണമെന്ന്. വലിയ ദീൻ്റെ ആൾക്കാരായിരിക്കും, തൊട്ട് മുന്നിൽ ഒരാൾ കുറച്ചു നേരം നിർത്തി നമ്മൾ ഓൺ അടിച്ച് സ്വീപ്പാക്കും. ഇപ്പുറത്ത് ഒരു വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കൂടെ കൊണ്ടുപോകും. നമ്മൾ എവിടെ നിന്നാണ്, വലിയ ദീൻ്റെ ആളായിരിക്കും, വലിയ ഉസ്താദായിരിക്കും, വലിയ ആചാര്യരായിരിക്കും, എല്ലാമായിരിക്കും, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല. നിരത്തിൽ നമ്മൾ മുസ്ലിമല്ല, ഓടിക്കുമ്പോൾ നമ്മൾ മുസ്ലിമല്ല. ഒരുപാട് മേഖലയിലെ കൃത്യമായി ഒരു മുസ്ലിം ഉമ്മത്ത്, നമ്മൾ പലരും മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ നിസ്കരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി, നോമ്പ് വെക്കുന്നു അള്ളാഹുവിന് വേണ്ടി, ഹജ്ജ് ചെയ്യുന്നു അള്ളാഹുവിന് വേണ്ടി, നാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. സമൂഹത്തോടുള്ള ഇടപാടിൽ നമ്മളെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം എങ്ങനെ പെരുമാറുന്നു, മുസ്ലിമിന്റെ സ്വഭാവം എന്താണ്, ബസ് കയറുമ്പോൾ തിരക്കനുണ്ടോ, ഓൻ ഉമ്മാനോട് എങ്ങനെ പെരുമാറുന്നു, ഉപ്പാനോട് എങ്ങനെ പെരുമാറുന്നു, വൃദ്ധരോട് എങ്ങനെ പെരുമാറുന്നു, ഹോസ്പിറ്റലിൽ മക്കളൊക്കെ കൂടി നിന്നിട്ട് ഇന്നാരാ വാപ്പാൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ള ചർച്ച ആർക്കും നേരമില്ല. ഏത് ഓപ്പറേഷനും നടത്തിക്കോ, പൈസ തരാം, പക്ഷെ നിൽക്കാൻ നേരം മോന് മകൻ വരാണ്ട്, ഹോസ്പിറ്റലിൽ പണിയുണ്ട്, കടയിൽ പണിയുണ്ട്. നമ്മൾ വേറൊരു മുസ്ലിം ആകേണ്ടത്, സമൂഹം കാണുന്ന ഒരുപാട് മേഖലകളുണ്ട്, വിലയിരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, ദീനിനെ മനസ്സിലാക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവൽക്കരണം നടത്തണം. വിശിഷ്യ ബോധവൽക്കരണം നടത്തേണ്ടത് എങ്ങനെയാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ ചികിത്സിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്. 2, വൃദ്ധരായ ആളുകൾക്ക് നല്ല ഗൈഡൻസ് കൊടുക്കണം. പലതരത്തിൽ പെരുമാറുന്നവരുണ്ടാകാം, മക്കൾ നോക്കാം നോക്കാതിരിക്കണം, എങ്ങനെയാണ് നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ സാധിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ
പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമുക്ക് നല്ല ഒരു ഇയർ പ്ലാൻ, ഒരു വർഷത്തിൽ നമുക്ക് നടപ്പിലാക്കാവുന്ന കൃത്യമായ ഒരു പദ്ധതികൾ, അത് മഴക്കാലം വരുമ്പോൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാകാം, ആരോഗ്യത്തെക്കുറിച്ചാകാം, അത് ലൈഫ് ഒരു ജീവിത ശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിത ശൈലികളെക്കുറിച്ചുമാകാം. ഒരു ആരോഗ്യ ബോധവൽക്കരണം നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാൽ അവർ വെച്ചുതരും. നിങ്ങൾ മഹല്ല് സംവിധാനം മദ്രസ ചെയ്തു കൊടുത്താൽ മതി. കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ അവർ വന്നിട്ട് ക്ലാസ് എടുത്തു തരും. BRCയിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടാൽ അവർ പ്രചോദനം നൽകി തരും. ഈ സംവിധാനമൊക്കെ നമ്മൾ കൊണ്ടുവരും. ഇതൊക്കെ ഗവൺമെൻറ് ഒരുപാട് മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസിൽ, കാർഷിക ഓഫീസിൽ വിത്ത് വന്നിക്കണമെങ്കിൽ, ചെടി വന്നിക്കണമെങ്കിൽ മഹല്ലിലൊന്ന് അനൗൺസ് ചെയ്യുക, ബോർഡിലൊന്ന് ഇടുക. ഒരു വർഷത്തിൽ നമ്മളൊരു പദ്ധതി തയ്യാറാക്കുക. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു പദ്ധതികളെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തകൾ നമുക്കുണ്ടാകണം. എന്തൊക്കെ നമുക്ക് ചെയ്യാം വിദ്യാഭ്യാസ മേഖലയിൽ? ആത്മീയമായി ഏതു തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം? ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക്, വിവാഹം കഴിച്ചവർക്ക്, മക്കളുള്ളവർക്ക്, വൃദ്ധരായ ആളുകൾക്ക്, ഇങ്ങനെ ഒരു കാറ്റഗറി എടുത്ത് നോക്കുക. അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നതിന് പകരം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് ക്ഷണിച്ച് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ കുറച്ച് ആളുകൾ, ഇതിന് ബുദ്ധിമുട്ട് എല്ലാവരും കിട്ടൂല, കുറച്ചാളുകൾ ഇങ്ങനെയൊക്കെ ശ്രമങ്ങൾ നടത്തിയാൽ നല്ല ലീഡർഷിപ്പ് കൊടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ തരത്തിൽ നമുക്ക് സംവിധാനം ചെയ്തു തന്ന ഈ മഹല്ലു സംവിധാനങ്ങളെ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ തേങ്ങയിട്ട് കണക്ക് വെക്കുന്നതിനപ്പുറം, വരിസംഖ്യ വാങ്ങിയിട്ട് ശമ്പളം കൊടുക്കുന്നതിനപ്പുറം അള്ളാഹു നൽകിയ ഈ ഭരണപരമായ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു 10 സെക്കൻഡ് പറയാൻ താല്പര്യപ്പെട്ട ഒരു കാര്യം, കേരളത്തിന് പുറത്ത് നമ്മുടെ വലിയ ആവശ്യമുണ്ട്. നമ്മുടെ ഒരു മഹല്ല് ഇനിയും പള്ളി പൊളിച്ച് നന്നാക്കാൻ, ആവശ്യമില്ലാത്ത പള്ളിയാണെങ്കിൽ ഉണ്ടാക്കാതെ നിങ്ങൾ കേരളത്തിന് പുറത്തൊരു മദ്രസയോ പള്ളിയോ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, യോഗി ആദിത്യനാഥ് ഭരിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവരാവുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും മഹല്ല് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മുടെ സംസ്ഥയുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഒക്കെ നേതാക്കളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ വൃഥ നമ്മുടെ ജീവിതം ചെലവഴിക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിൽ അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസി, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ആളുകളാണ്. അങ്ങനെ ഏറ്റവും ഉപകാരപ്രദമായ നേതൃത്വമാകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.